ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കച്ചത്തീവ് ദ്വീപ് വിഷയം ശക്തമായി ഉയർത്തി ബി.ജെ.പി. കച്ചത്തീവിന് ഒരു പ്രാധാന്യമില്ലെന്ന നിലപാടാണ് നെഹ്റുവും ഇന്ദിരാഗാന്ധിയും പാർലമെന്റിൽ എടുത്തതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആരോപിച്ചു. കച്ചത്തീവ് ഇന്ത്യയുടെ ഭാഗമാക്കി നിർത്താൻ DMK-ക്ക് എല്ലാ വിവരങ്ങളും കേന്ദ്ര സർക്കാർ നൽകിയിട്ടും ഇടപെടൽ നടത്തിയില്ല. കച്ചത്തീവ് ദ്വീപ് കടന്നെന്ന കുറ്റത്തിന് 6184 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെയാണ് ശ്രീലങ്ക ഇതുവരെ പിടികൂടിയതെന്നും ജയശങ്കർ ആരോപിച്ചു. The indifference shown by the central government, by the prime ministers of the day then, about the territory of India. That fact is, they simply did not care. In the last 5 years, in the parliament, in the consultative committee, we have repeatedly, this issue, Kachativu issue and the fishermen's issue, has been repeatedly raised. The Congress and the DMK have approached this matter as though they have no responsibility for it. In the last 20 years, 6,184 Indian fishermen have been detained by Sri Lanka. 6,184. നോബൽ മാരിക്കാരൻ വിശദാംശങ്ങളുമായി. നോബൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്. അവിടെയാണ് നരേന്ദ്രമോദി ആദ്യം പ്രസ്താവന ഇറക്കുകയും ഇപ്പോൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആധികാരികമായി ചില കണക്കുകൾ പുറത്തുവിടുകയും ഒക്കെ ചെയ്യുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ DMK പ്രതിരോധത്തിലാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. നോബൽ, നികേഷ്, ഒന്നാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. അവിടെ പരമാവധി ഈ കച്ചത്തീവ് ദ്വീപ് വിഷയം ശക്തമായി ഉയർത്താൻ തന്നെയാണ് ബി.ജെ.പിയുടെ തീരുമാനം. അതിന്റെ ഭാഗമായിരുന്നു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട വിമർശനം കോൺഗ്രസിനെതിരെ ഉൾപ്പെടെ ഉയർത്തുകയും ചെയ്ത് ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ ബി.ജെ.പി കൂടുതൽ ആക്രമണം നടത്തുകയാണ്. കോൺഗ്രസിനും DMK-ക്കുമെതിരെയാണ് രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് എസ് ജയശങ്കർ, വിദേശകാര്യമന്ത്രി തന്നെ. അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ കച്ചത്തീവ് വിഷയം പാർലമെന്റിൽ എത്താൻ ഇന്ദിരാഗാന്ധിയോ അല്ലെങ്കിൽ നെഹ്റുവോ വേണ്ട താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. അവർ അതിന് വലിയ പ്രാധാന്യം പോലും നൽകിയില്ല. അതുകൊണ്ടാണ് ഈ കച്ചത്തീവ് വിട്ടു നൽകിയത് എന്ന ഗുരുതര ആരോപണമാണ് ഇതിൽ ഉന്നയിക്കപ്പെടുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ അറ്റോർണി ജനറൽ ഇന്ത്യയുടെ ഭാഗമാണ് കച്ചത്തീവ് എന്ന നിർദ്ദേശം 1958 തന്നെ കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു. എന്നാൽ പിന്നീട് അത് ശ്രീലങ്കയ്ക്ക് നൽകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. വെറും ഒരു പാറക്കൂട്ടം എന്നാണ് ഇന്ദിരാഗാന്ധി കോൺഗ്രസ് സമ്മേളനത്തിൽ ഉൾപ്പെടെ കച്ചത്തീവിനെ പ്രതിപാദിച്ചത് എന്നും വിശേഷിപ്പിച്ചത് എന്നും എസ് ജയശങ്കർ ഇന്നിപ്പോൾ വിമർശിച്ചു. മൊത്തം 6184 മത്സ്യത്തൊഴിലാളികളാണ് ഇതുവരെ ശ്രീലങ്ക അവിടെ മത്സ്യബന്ധനത്തിന് പോയപ്പോൾ പിടിച്ചത്, അത്തരത്തിൽ കസ്റ്റഡിയിൽ എടുത്തത്. ഇവരെ മോചിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ എല്ലാ ഘട്ടങ്ങളിലും വേണ്ട ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നും ജയശങ്കർ വ്യക്തമാക്കുകയാണ്. പ്രധാനമായും ഈ വിഷയം പ്രധാനപ്പെട്ട ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം തെക്കേ ഇന്ത്യയിൽ ഇതുവരെ വേണ്ട വേരോട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. തമിഴ്നാടാണ് ഇത്തവണ അവർ വലിയ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു സ്ഥലം. രാമേശ്വരം അടക്കമുള്ള പ്രദേശം ഉൾപ്പെടുന്ന മേഖലയിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന പ്രതീക്ഷ ബി.ജെ.പിക്ക് ഉണ്ട് താനും. ആ ഘട്ടത്തിലാണ് ഈ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ ബാധിക്കുന്ന, പ്രത്യേകിച്ച് തമിഴ്നാടിനെ ബാധിക്കുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് DMK-ക്കും കേന്ദ്ര സർക്കാർ DMK-ക്കും അതോടൊപ്പം കോൺഗ്രസിനും എതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. അന്ന് DMK മുഖ്യമന്ത്രിയായിരുന്ന കരുണാനിധി പോലും ഈ വിഷയത്തിൽ വേണ്ട ഇടപെടൽ നടത്തിയില്ല. കേന്ദ്രം ഈ ദ്വീപ് ശ്രീലങ്കയ്ക്ക് വിട്ടു നൽകുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാനത്തോട് നിലപാട് തേടിയിരുന്നു. അക്കാലത്ത്, അതായത് അന്ന് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നിലപാട് തേടിയിരുന്നു. അന്ന് ഒന്നും ചെയ്യാത്തവരാണ് ഇന്നിപ്പോൾ ഇരട്ടത്താപ്പുമായി രംഗത്ത് വരുന്നത് എന്ന വിമർശനം കൂടി എസ് ജയശങ്കർ ഉയർത്തുകയാണ്. എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് സമയത്തെ ബി.ജെ.പിയുടെ ഈ ആക്രമണത്തെ പ്രതിരോധിക്കാൻ DMK-യും അതോടൊപ്പം കോൺഗ്രസ് രംഗത്ത് വന്നു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിലവിലത്തെ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് ബി.ജെ.പി നടത്തുന്നതെന്നാണ് തമിഴ്നാട് മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത്തരത്തിൽ നടപടിയുമായി ബി.ജെ.പി വരുന്നത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. അതേസമയം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പ്രമോദ് തിവാരിയാണ് ഈ വിഷയത്തിൽ പ്രതികരണവുമായി ഇന്ന് രംഗത്ത് എത്തിയത്. അന്ന് ഈ ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ 6 ലക്ഷം തമിഴർക്ക് അവിടെ ശ്രീലങ്കയിൽ അവരുടെ പൗരത്വം നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. ആ ഉടമ്പടിയെ പൂർണ്ണമായും മറച്ചു വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ടാണ് ബി.ജെ.പി ഇപ്പോൾ ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്ന ഗുരുതര ആരോപണം ഈ ഘട്ടത്തിൽ കോൺഗ്രസ്